Dear students, welcome back. Loop statements നമുക്ക് continue ചെയ്യാം. Okay. The next one is infinite loop. Infinite loop എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അതായത് നമ്മൾ ലൂപ്പിനകത്ത് കൊടുക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എറർ വന്നു കഴിഞ്ഞാൽ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ ലോജിക്ക് തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാവുന്ന ഒരു എറർ കണ്ടീഷനാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. The control condition must be well defined and specified, otherwise the loop will execute an infinite number of times. The loop that does not stop executing and process the statement number of times is called an infinite loop. An infinite loop is also called as an endless loop. Following are some characteristics of an infinite loop. അതായത് ഇൻഫിനിറ്റ് ലൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് an endless loop ആണ്. ആ എൻഡ്ലെസ് ലൂപ്പിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നോ ടെർമിനേഷൻ കണ്ടീഷൻ ഇസ് സ്പെസിഫൈഡ്. ടെർമിനേറ്റ് ചെയ്യാൻ നമ്മളൊരു സ്പെഷ്യൽ കണ്ടീഷൻസ് പറയാതിരിക്കുക. സെക്കൻഡ് കണ്ടീഷൻ, ദി സ്പെസിഫൈഡ് കണ്ടീഷൻ നെവർ മെറ്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഒരിക്കലും അച്ചീവ് ചെയ്യാതിരിക്കുക. എങ്ങനെയുള്ള കേസുകളിലാണ് എന്തുണ്ടാവുന്നത്? ഇൻഫിനിറ്റ് ലൂപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് കോഡ്. സെക്കൻഡ്, ടേക്ക് ലെസ് മെമ്മറി സ്പേസ്. തേർഡ്, ബർഡൻ ഓൺ ദ ഡെവലപ്പർ ഈസ് reducing. Fourth, time consuming process to execute the program is reduced. Okay, then നമുക്കിനി സിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് നോക്കാം. Okay. And C programming language provides us with the three types of loop construct: while loop, do while loop, and the for loop. Then while and do while loops പൊതുവെ sentinel loops എന്നാണ് പറയാറ്. Then for loopനെ counter controlled loop ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. Okay. Then while loop and for loop are entry controlled loops and do while loop is an exit controlled loop. ഇതിൽ തന്നിരിക്കുന്നതിൽ വൈലും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈൽ എന്ന് പറയുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. അപ്പൊ നമുക്ക് വൈൽ, ഡു വൈൽ ആൻഡ് ഫോർ ലൂപ്പിനെ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പിനെയാണ്. സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പായിട്ട് പറയാറുള്ളത് നമ്മൾ വൈൽ ലൂപ്പിനെയും ഡു വൈൽ ലൂപ്പിനെയാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ, വൈൽ ലൂപ്പ്. It is an entry controlled loop. In while loop, a condition is evaluated before processing a body of the loop. If a condition is true, then only the body of loop is executed. After the body of loop is executed, then control again goes back at the beginning, and the condition is checked. If it is true, the same process is executed until the condition becomes false. Once the condition becomes false, the control goes out of the loop. അത് വൈൽ ലൂപ്പിനകത്ത് നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ വൈലില് ഫസ്റ്റ് പാർട്ട് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും എന്തിലേക്ക് പോകും? ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പൊ വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നത്, ആ സമയത്ത് അത് എന്ത് ചെയ്യും? ലൂപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ആണ് വൈൽ ടെസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു, then statement 1 and statement 2. The test condition indicated the top and its test the value of the expression before processing the body of the loop. അപ്പം ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ വൈൽ ലൂപ്പിന്റെ ടോപ്പിൽ തന്നെ, അതായത് വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ തന്നെയാണ് ടെസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് ടിൽ ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഓക്കെ. വെൻ ദ കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്, ദ എക്സിക്യൂഷൻ വിൽ ബി ഔട്ട് ഓഫ് ദ ലൂപ്പ്. അപ്പൊ നമ്മള് വൈൽ ലൂപ്പിന്റെ രണ്ട് കണ്ടീഷൻസ് സിന്റാക്സ് ആണ് ഇവിടെ പറയുന്നത്. വൈൽ ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്ത് ഇത് ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ഓർ വൈൽ ടെസ്റ്റ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് 1. അപ്പൊ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ എങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? ഈ ബ്രേസിന്റെ ആവശ്യമില്ല.
ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയപ്പോഴും നിങ്ങളോട് പറഞ്ഞു ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേർലി ബ്രാക്കറ്റ് ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വൈൽ, ഇവിടെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്ന പ്രോഗ്രാമിനെ വൈൽ ഉപയോഗിച്ചിട്ട് മാറ്റി ചെയ്തതാണ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻ കൊടുത്തു. എന്താണ്? എന്നിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിലാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെ? 1 0 to 10 വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ സം ഈക്വൽ ടു സം പ്ലസ് n ഇൻറ്റു n ഈക്വൽ ടു n പ്ലസ് 1 ചെയ്തു. ദെൻ എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 10 ആണോ നോക്കും. അപ്പോൾ ഓർക്കുക, ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണം. ലൂപ്പിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ദ കൺട്രോൾ വേരിയബിൾ. ഓക്കെ, അപ്പൊ ദെൻ കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതും. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ വേരിയബിളിനെ ബോഡി ഓഫ് ദ ലൂപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ n ഈക്വൽ ടു n പ്ലസ് 1 എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്നിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 10-ലാവണം. ഇവിടെ പ്ലസിന് പകരം നമ്മൾ മൈനസ് കൊടുത്താലും ഇത് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താ? n ഈക്വൽ ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂയിലേക്ക് പോകും. അത് ഒരിക്കലും എന്തിൽ എത്തില്ല? 10 എന്നുള്ള വാല്യൂവിൽ എത്തില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സം ഈക്വൽ ടു 0. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഐയുടെ ഡബ്ല്യു ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അത് ഓട്ടോ കറക്ഷന്റെ പാർട്ടായിട്ട് മാറിപ്പോയതാണ്. സ്മോൾ ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്റെ സം ഈക്വൽ ടു 0, ഇന്റെ n ഈക്വൽ ടു 1, വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 പ്രിന്റ് എന്നിന്റെ വാല്യൂ നമ്മൾ n പ്ലസ് 1 ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു 1 വെച്ചിട്ട്. അതിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദെൻ കൺട്രോൾ വേരിയബിൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? 1 2 3 അപ് ടു 10 വരെ. നമുക്ക് ഇതൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഫയൽ ഓപ്പൺ ചെയ്യണം. ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഗ്രാമാണ്. ഓക്കെ, നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തു. ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഐ ലെസ് ദാൻ 10 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രിന്റ് ഇപ്പൊ നമുക്ക് ഈ പ്രിന്റ് ഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുന്നത് എപ്പോഴായിരിക്കും? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡിന് ഒരു 2D ആയിട്ട് പോകും. ഓക്കെ, ദെൻ ഒന്നുകൂടി നോക്കാം. സക്സസ് ആണ്. സേവ് ചെയ്യാം. ദെൻ നമുക്ക് റൺ ചെയ്യാം. ഇപ്പൊ റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ വാല്യൂ കിട്ടി 0 to 9 വരെയാണ് കിട്ടിയത്. എനിക്കിത് 0 to 9 വരെ വരാനുള്ള റീസൺ എന്താണ്? നോക്കൂ, നമ്മളിവിടെ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു? I ഈക്വൽ ടു 0 ആണ് കൊടുത്തത്. അപ്പൊ ഞാൻ 1 to ആണ് എനിക്ക് ഇനീഷ്യലൈസ് ചെയ്യണ്ടെങ്കിൽ 1 to 10 വരെയാണ് പ്രിന്റ് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യണം? I ഈക്വൽ ടു 1 ആക്കണം. ദെൻ I ലെസ് ദാൻ 10 എന്നുള്ള സ്ഥാനത്ത് ഞാൻ എന്തുകൂടി കൊടുക്കണം? I ഈക്വൽ ടു 10 ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് നോക്കൂ. 1 to 10 ആണ് വന്നിരിക്കുന്ന ഔട്ട്പുട്ട്, അല്ലേ? 1 to 10 വരെയുള്ള വാല്യൂസ് വന്നു. അപ്പൊ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചിരിക്കും നമ്മുടെ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 1ന് പകരം ഞാൻ 0 ആണ് കൊടുക്കുന്നതെന്ന് വെക്കാം. എന്നിട്ട് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത്
സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. I++. I++ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരുന്നു? I = I+1. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു, റൺ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ എന്താ വന്നു നമുക്ക് ഔട്ട്പുട്ട്? 1 to 10, 11 വരെയുള്ള വാല്യൂസ് തന്നെയല്ലേ വന്നിരിക്കുന്നത്. 1 to 11 വന്നു. എന്തുകൊണ്ടാണ്? I less than or equal to 10 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് വരണം. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല? ഈക്വലിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ നമ്മളൊന്നുകൂടി കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടി? 1 to 10 വരെയുള്ള വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ അതായത് അപ്ഡേഷൻ സ്റ്റെപ്പ് നമുക്ക് ഔട്ട്പുട്ടിന് എവിടെ വേണമെന്നുള്ളത് അപ്ഡേഷൻ സ്റ്റെപ്പിനനുസരിച്ച് നമ്മുടെ വാല്യൂവിൽ ചേഞ്ച് വരുന്നത്, അതുപോലെ ഇനീഷ്യലൈസ് വാല്യൂവിൽ ചേഞ്ച് വരുന്നത്, ലെസ് ദാൻ്റെ കൂടെ ഈക്വൽ ടു കൊടുക്കുമ്പോൾ ചേഞ്ച് വന്നത്, ഇത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ I = I+1 എന്നുള്ളതിന് പകരം ഞാനിവിടെ I = I+2 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ദെൻ ഇവിടെ സ്ക്രീൻ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇത് റൺ ചെയ്താൽ കിട്ടുന്ന എന്താണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഈവൻ നമ്പേഴ്സും കിട്ടി അല്ലേ? 2, 4, 6, 8, 10. ദെൻ ഇവിടെ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തത് 0 ആയതുകൊണ്ടാണ്. ഇതിന് പോയി ഇനീഷ്യലൈസേഷൻ 1-ലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? ഇനീഷ്യലൈസേഷൻ 1-ലാണ്. ദെൻ I = I+2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത്. I = I+2. ഓക്കെ, നമുക്കതിനെ I+ = 2. ദെൻ റൺ ചെയ്ത് നോക്കൂ, എല്ലാ 10-നുള്ളിലുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും കിട്ടി. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള, ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള, നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം. ദെൻ ഇനി ഇതേപോലെ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ ചെക്ക് ചെയ്യാം. അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ I = അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 10 കൊടുക്കുക. നമുക്ക് 10 to 0 വരെയാണ് വേണ്ടത്. കണ്ടീഷൻ എന്താവും? I > 0. ഓക്കെ, ദെൻ I = അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? I = I-1 എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത് നോക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അതായത് റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ഡേഷൻ എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ചെയ്യാണ് വേണ്ടത്. ഇൻക്രിമെൻറ്റേഷൻ അല്ല, ഡിക്രിമെൻറ്റേഷൻ ചെയ്യണം.